അപ്പോൾ നമ്മുടെ ഡേ 2 ഓഫ് ദി ഹോളിഡേ ആണ്. രാവിലെ എണീറ്റു, കൊച്ചിനെയും പിടിച്ചോണ്ട് അനീഷ് ചെയ്തു. ഹലോ ജോവാന, കുഞ്ഞിപ്പെണ്ണേ, അവൾക്കും മിണ്ടുണ്ടോ? ജോമോൾ ഉറങ്ങിയോ നന്നായിട്ട്? ഡിഡ് യു സ്ലീപ്പ് വെൽ? വാട്ട് ആർ ഈറ്റിംഗ്? ബ്രെഡിൽ ബട്ടർ തേക്കുന്ന പിങ്കി. ഒന്നാം തരം ചായയും ഫ്രഞ്ച് ടോസ്റ്റ് നിരത്തി വെച്ചിരിക്കുന്നു. ബേബിക്ക് ഫുഡ് കൊടുക്കുന്ന രേഷ്മ. ഹലോ ബേബി. അപ്പം നമ്മുടെ ഡേ 2വിൻ്റെ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത് പോർച്ചുഗലിൻ്റെ തെക്ക് ഭാഗത്തുള്ള റീജിയൻ അൽഗാർവ് എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. ഇവിടെ വളരെ ക്ലീനും ബ്യൂട്ടിഫുള്ളും ആയിട്ടുള്ള 100 കണക്കിന് ബ്ലൂ ഫ്ലാഗ് ബീച്ചസ് ഉണ്ട്. എല്ലായിടത്തും പോകാൻ സമയവും സാഹചര്യവും ഇല്ലാത്തതിനാൽ തലേന്ന് ഞങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഈ സ്ഥലങ്ങൾ ഒട്ടുമിക്കതും സൂം ചെയ്ത് നോക്കുകയും അതിൻ്റെ റിവ്യൂസൊക്കെ പഠിക്കുകയും ചെയ്തതിന് ശേഷം അതിൽ നിന്നും ഒരു 3 സ്ഥലം കണ്ടുപിടിച്ച് അവിടേക്കാണ് ഇന്ന് പോകുന്നത്. ഞങ്ങൾ താമസിക്കുന്ന ഇടത്ത് നിന്നും ഏകദേശം 40 കിലോമീറ്റർ ദൂരവും 40 മിനിറ്റ് ഡ്രൈവും ഉണ്ട് നമ്മൾ ഇന്ന് പോകുന്ന ആദ്യത്തെ പോയിന്റിൽ തന്നെ എത്തിച്ചേരാൻ വേണ്ടി. ഇവിടെയാണ് നമ്മൾ വന്ന് പാർക്ക് ചെയ്തേക്കുന്നത്. ഉള്ള കാട്ടുവഴിയിലൂടെയൊക്കെയാണ് നമ്മൾ വന്നേക്കുന്നത്. ലേഡി മോളെ, എങ്ങനെയുണ്ടായിരുന്നു കാട്ടുവഴിയിലൂടെ യാത്ര? റോക്കി ആയിട്ടുള്ള റോഡായിരുന്നു. അപ്പം നമ്മുടെ ആദ്യത്തെ സ്റ്റോപ്പ് ഓവറിൻ്റെ പേര് മൊറീന ബീച്ച് എന്നാണ്. ഈ ബീച്ച് കാണുന്നത് താഴെയാണ്. ഇപ്പം നമ്മളതിന് മേളിലേക്കാണ് വന്നത്. വണ്ടി ഒരു മണ്ണായിട്ട് റോഡിലൂടെ വന്നിട്ട് ആ ക്ലിഫിൻ്റെ മേളിൽ നിർത്തി. ഇപ്പം താഴെ കാണുന്നതാണ് ബീച്ച്, മൊറീന ബീച്ച്. അടിപൊളി വ്യൂ. വാട്ട് യു സേ? അനീഷ എന്ത് പറയുന്നു? അടിപൊളിയാണോ? അമേസിംഗ്. നമ്മൾ അൽഗാർവിലെ മൊറേന ബീച്ചാണ്. അതൊരു കുഞ്ഞു ബീച്ചാണ്. നമ്മൾ ബീച്ചിലേക്ക് പോകണമെങ്കിൽ ആ പോയിന്റിലൂടെ ഒരു പാത്തുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ ഇറങ്ങി വരണം. അപ്പോൾ അത് ഇപ്പം നമ്മൾ അവിടെ പോകുന്നില്ല. നമുക്ക് വേറെ ബീച്ചിൽ പോകാം. കാരണം അത് കുറച്ചുകൂടെ പിള്ളേരൊക്കെ ആയിട്ട് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷേ ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ. അൽഗാർവിൽ ഒത്തിരി അധികം ടൂറിസ്റ്റുകൾ കണ്ടുപിടിക്കാത്ത സ്ഥലങ്ങൾ. അങ്ങനെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ട് ഒത്തിരി ക്രൗഡഡ് പോലെ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. ഇവിടെ മുങ്ങിക്കപ്പലിൻ്റെ ആകൃതിയിലുള്ള റോക്ക് ഫോർമേഷൻ ഉണ്ട്. യെല്ലോ സബ്മറൈൻ എന്നാണ് അതിൻ്റെ പേര്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് യെല്ലോ സബ്മറൈൻ. ബ്യൂട്ടിഫുൾ. ശരിക്കും ഒരു മുങ്ങിക്കപ്പൽ വെള്ളത്തിൻ്റെ മുകളിൽ കിടക്കുന്ന അതേ രീതിയിലാണ് ഈ റോക്ക് ഫോർമേഷൻ. പണ്ട് കാലത്ത് മെയിൻ ലാൻഡിൻ്റെ പാർട്ടായിരുന്ന ഈ റോക്ക് ഫോർമേഷൻസ് വെള്ളം മെരച്ച് കയറി അതിൻ്റെ ഇടയിലുള്ള കല്ലുകൾ മാറിയാണ് ഇത് സെപ്പറേറ്റ് ആയിരിക്കുന്നത്. നല്ല രസമല്ലേ? വെള്ളം വീഴുന്നുണ്ടോ അതിനകത്ത്? ഇവിടുന്ന് ഞങ്ങൾ നേരെ ഒരു ഐസ്ക്രീം കടയിലേക്ക് പോയി. മാങ്ങ, പോർച്ചുഗീസ് വാക്കാ മാങ്ങ. അപ്പോൾ നമ്മൾ ഐസ്ക്രീം മേടിച്ചു. അടിപൊളി. അനീഷ എങ്ങനെയുണ്ട്? അത് അടിപൊളിയായിരുന്നു ഇതുവരെ? അടിപൊളി, സൂപ്പർ. നല്ല വെള്ള, നല്ല അടിപൊളിയാണ്. രേഷ്മയ്ക്ക് എന്ത് തോന്നുന്നു? അതെ, അടിപൊളി. അൽ ബന്ദീര എന്ന് പറഞ്ഞൊരു ബീച്ചിൻ്റെ അടുത്താണ് ഈ ഐസ്ക്രീം കട. അപ്പം ഞങ്ങൾ ഈ ബീച്ചിലും കൂടി ഒന്ന് പോയി വിസിറ്റ് ചെയ്തു. ഇവിടെ ഇങ്ങനത്തെ 100 കണക്കിന് കേവ്സ് ഉണ്ട് കേട്ടോ. 100 കണക്കിന് ഇങ്ങനെ കേവ് പോലെ ഇങ്ങനെ ഉണ്ടാക്കിയ സ്ഥലങ്ങളുണ്ട്. ഇതൊക്കെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക്. ഇത് കണ്ടോ, ഈ ചുണ്ണാമ്പുകളാണ്. മില്യൺസ് ഓഫ് ഇയേഴ്സിന് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു കല്ലും അതിൻ്റെ ഭൂപ്രകൃതിയുമാണിത്. ഇവിടെ തന്നെ പല സ്ഥലത്തും വാർണിങ്സ് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ക്ലിഫിൻ്റെ സൈഡിലൂടെ നടക്കരുത്, ഈ കല്ലുകളുടെ മേളിലൊന്നും ചവിട്ടി നിൽക്കരുത്, കാരണം ഇത് വളരെ ഫ്രജൈലാണ്. നമ്മൾ മര്യാദയ്ക്ക് പിടിച്ചാൽ തന്നെ പൊട്ടിപ്പോരുന്ന ടൈപ്പ് കല്ലുകളാണ്. ഇതിനകത്ത് ഒത്തിരി ഫോസിൽസ് ഉണ്ട്. ഇതുണ്ടല്ലേ, ഇതുണ്ടോ കക്ക ഉണ്ടോ? ഇതിനകത്ത് കണ്ടോ പണ്ടത്തെ കക്ക. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം കാണുന്നത്. ഇത് കണ്ടോ, ഒത്തിരി കക്കകളൊക്കെ ഉണ്ട്. കക്കകളും സ്റ്റാർ ഫിഷുകളും എല്ലാം കൂടി ഉണ്ടല്ലേ. ഇതിനകത്ത് കണ്ടോ ഒരു സൂപ്പർ കക്ക കയറിയിരിക്കുക. കൊള്ളാം, നല്ലൊരു എക്സ്പീരിയൻസ്. എന്തായാലും ഇതിനൊരു നേരിട്ട് നമുക്ക് തൊടാൻ പറ്റും. ഇപ്പം
ചെറിയൊരു പോണ്ടുണ്ടോ അവിടെ? എങ്ങനെയുണ്ട് കുഞ്ഞിന്? ഇഷ്ടപ്പെട്ടോ സ്ഥലം? എപ്പോഴത്തെ പോലെയും അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അടുത്ത പോയിന്റിലേക്ക് പോയി. They are going to see the caves. Where? Yeah. Where we going? We are also. We go to the cave either. Is this the right way? Yeah. We have no clue. Which one? This is the way. Yeah. I think. Yeah, I think we are taking this turn. That's what map says. We don't know if it's right or not. അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് ഞങ്ങളുടെ മൂന്നാമത്തെ പോയിൻ്റായ ബെനഗിൽ കേവ്സ് കാണാൻ വേണ്ടിയാണ്. വളരെ ലോകപ്രശസ്തമായ വൺ ഓഫ് ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ കേവ് എന്നറിയപ്പെടുന്ന ഒരു കേവാണ് ബെനഗിൽ കേവ്സ്. ഇപ്പോൾ നമ്മൾ വണ്ടി മേളിൽ പാർക്ക് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നടക്കാനുണ്ട്. ഇപ്പോൾ ബെനഗിൽ കേവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേളിൽ സീലിങ്ങിൽ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അപ്പോൾ അതിനകത്തൂടെ സൺലൈറ്റ് താഴേക്ക് ബീച്ചിലേക്ക് വരും. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ് ആ താഴെ ബീച്ചിൽ പോകുന്നുള്ള വ്യൂ. അപ്പോൾ ഇതാണ് ഈ ബെനഗിൽ കേവ്. അത് അവർ വേലി കെട്ടി അത് വേർതിരിച്ചേക്കുവാണ്. അപ്പോൾ ഈ കാണുന്നതാണ് ബെനഗിൽ കേവ്. ഇതാണ് അതിൻ്റെ സീലിങ്ങിലുള്ള ഹോള്. ഇതിൻ്റെ താഴെ ഒരു ബീച്ചാണ്. ഇതിനകത്തേക്കുള്ള ആക്സസ് വാട്ടർ വഴിയാണ്. ഇതിൻ്റെ താഴെ തന്നെ ബെനഗിൽ ബീച്ചുണ്ട്. അപ്പോൾ അവിടുന്ന് ഡെയിലി ബോട്ട് ട്രിപ്സ് ഉണ്ട് ബെനഗിൽ കേവ്സിനകത്തേക്ക്. അപ്പം നേരത്തെയൊക്കെ ആൾക്കാർക്ക് കയാക്ക് വഴി വന്ന് ഈ ബീച്ചിനകത്ത് ഇറങ്ങി അവിടെ നടക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ 3-4 മാസമായിട്ട് 2023 എൻഡ് മുതൽ അവർ അതിനകത്തൊക്കെയുള്ള ഫുഡ് ട്രാഫിക് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തേക്കുവാണ്. ഇപ്പം നമുക്ക് അതിനകത്തൊരു ബോട്ടിലൂടെ പോയിട്ട് അത് കാണാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. രാവിലെ സമയത്ത് ഈ മേളത്തെ സീലിങ്ങിലൂടെ സൂര്യപ്രകാശം താഴത്തെ ബീച്ചിലേക്ക് അടിക്കുന്നത് വളരെ ഭംഗിയുള്ള കാണേണ്ട ഒരു കാഴ്ച തന്നെയായിരുന്നു. പക്ഷേ ടൂറിസ്റ്റുകാരുടെ ഓവർ ക്രൗഡിങ് നിമിത്തം പോർച്ചുഗൽ ഗവൺമെൻറ് അവിടുത്തെ ഫുഡ് ട്രാഫിക് കംപ്ലീറ്റ്ലി ബാൻ ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ കേവിൻ്റെ മുകൾ ഭാഗത്തു നിന്ന് മാത്രമാണ് കണ്ടത്. എത്തി വലിഞ്ഞു നോക്കിയാൽ താഴത്തെ ബീച്ചും ചുറ്റും മനോഹരമായിട്ടുള്ള കാഴ്ചകളും കാണാമായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ആ വാട്ടർ വേയിലൂടെയാണ് ആൾക്കാർ കയാക്ക് ചെയ്ത് വന്നുകൊണ്ടിരുന്നത് ബീച്ചിലേക്ക്. ഇപ്പോഴും ആൾക്കാർ സ്വിം ചെയ്ത് വരാറുണ്ട്. പക്ഷേ പോലീസ് പ്രസൻസ് ഉള്ളത് കാരണം അങ്ങനെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ പിടിക്കപ്പെടുകയും ചെയ്യും. 10-20 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കോണ്ടിനെൻറ്റ്സ് ഫോം ആയ ടൈമിൽ ആഫ്രിക്ക യൂറോപ്പിൽ നിന്ന് അടർന്നു മാറിയ സ്ഥലമാണ് ഇവിടെ. സോ ആഫ്രിക്ക വാസ് ആക്ച്വലി ഹിയർ. സോ വെൻ വാട്ടർ പുഷ്ഡ് ഇൻ, Africa was moved slowly away. You know, that's what. That's the reason we have it as a big cliff like. സമയം ഏകദേശം 3-3:30 മണിയായി. എല്ലാവർക്കും നല്ല കലശലായ വിശപ്പുണ്ട്. തൊട്ടടുത്തൊരു ഷോപ്പിംഗ് സെൻറ്റർ ഉണ്ട്, മാർസ് ഷോപ്പിംഗ് സെൻറ്റർ. അവിടെ 10-20 ഫുഡ് കോർട്ടുണ്ട്. അവിടെ പോയി ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡും കഴിച്ചു. ഈവനിങ് ഫുഡ് വീട്ടിലും. മലയാളികൾ എവിടെ പോയാലും മലയാളികളുടെ ഫുഡ് കഴിക്കാൻ വേണ്ടി കുടിക്കുന്നവരാണ് ഇവിടുത്തെ ലോക്കൽ ഫിഷ്മെൻ. അതാണ് നമ്മുടെ എൻഡ് ഓഫ് ദി ഡേ 2. ഡേ 3യുടെ വിശേഷങ്ങളായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുവാൻ മറക്കല്ലേ.